ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ സോയാ സോസും ഫുഡ് കളറും ഒന്നും ചേർക്കാതെ തനി നാടൻ ടേസ്റ്റിൽ എങ്ങനെയാണ് ബീഫ് ചില്ലി ഫ്രൈ വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ സാധാ എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഈ ബീഫിൽ നന്നായി ഒന്ന് പരട്ടി കൊടുക്കുക. അപ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് തെളിച്ച് കൊടുത്തിട്ട് പരട്ടി കൊടുക്കുക. അപ്പോൾ ബീഫ് ഇത്രയും ഒന്ന് പീസാക്കിയിട്ടാണ് ഇടേണ്ടത്. വളരെ ചെറിയ പീസാക്കിയിട്ടും അതുപോലെ വലിയ പീസാക്കിയിട്ട് ഇടേണ്ട ആവശ്യമില്ല. ഈ ഒരു വലുപ്പത്തിലുള്ള പീസാക്കിയിട്ട് ഇടുക. അതിനുശേഷം നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിൽ തന്നെ ഒന്ന് വെള്ളം ചുറ്റിച്ച് എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 വിസിലടിച്ചിട്ട് വേവിക്കുക. അതായത് ബീഫ് ഒരു 1/4 ഭാഗത്തോളം വെന്ത് വരാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ ബീഫ് 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ബീഫ് വേവിച്ചപ്പോൾ ബാക്കി വന്നിട്ട് ആ വെള്ളം ഞാനൊരു ബൗളിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബീഫ് ഒരുപാട് വലിയ പീസായിട്ടല്ല കട്ട് ചെയ്യേണ്ടത്. നീളത്തിൽ ഇതേപോലെയാണ് നമുക്ക് ബീഫ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ എല്ലാ ബീഫും കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര്, പിന്നെ ഒരു കോഴിമുട്ട, ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ്, പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ബീഫ് വേവിച്ചിട്ടുള്ള വെള്ളം അതും കൂടി കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സായി വരണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടത്. കുറച്ച് ലൂസായ പോലെ ആയിട്ടുള്ളത്, ഒരുപാട് തിക്കായിട്ടുള്ള മാവ് തയ്യാറാക്കരുത്. അപ്പോൾ ഈ കോട്ടിങ് ഭയങ്കരമായിട്ട് കനത്തിൽ കിടക്കും. അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് ലൂസായിട്ടുള്ള മാവാണ് വേണ്ടത്. ഇതിലേക്ക് നമുക്ക് 1/4 ഭാഗത്തോളം വേവിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇതിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് വറുത്ത് വരുമ്പോൾ. അപ്പോൾ അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ പീസ് ബീഫ് എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീഫ് ഒരു 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായി ബീഫ് വെന്ത് കിട്ടും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ബീഫ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓയിലിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബീഫും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബീഫെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓയിലിൽ 2 പച്ചമുളക് നീളൻ അരിഞ്ഞതും 2 വറ്റൽമുളക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ബീഫിൻ്റെ മേലെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീഫ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കറിവേപ്പിലയും പച്ചമുളക് ഇട്ടിട്ടും ഫ്രൈ ചെയ്യാം. അപ്പോൾ ആ കറിവേപ്പിലയുടെ മണക്ക് വരുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പക്ഷേ അങ്ങനെ ഫ്രൈ ചെയ്ത് വരുമ്പോൾ കറിവേപ്പിലയുടെ ഒക്കെ കളറൊക്കെ നന്നായി മങ്ങിപ്പോവും. അപ്പോൾ ഞാനൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫ്രൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫിൻ്റെ ഒപ്പം തന്നെ ഇട്ടിട്ട് കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ മാത്രം നമുക്കിതിലേക്ക് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയുടെ ഒരു പച്ച കളർ പോയി കിട്ടില്ല. ഇനി നമുക്കിത് ബീഫിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ തനി നാടൻ ടേസ്റ്റിലായിട്ടുള്ള ബീഫ് ചില്ലി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.